കൂപ്പുകരങ്ങളോടെ ഞാൻ തിരിയുന്നത് ജന്മം നൽകി എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച് തീരും മുൻപ് പൂർണ്ണ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിച്ച എൻ്റെ പപ്പായും അമ്മയുമാണ്. എൻ്റെ പപ്പായുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ സ്വാംശീകരിച്ച വലിയൊരു ജീവിത പാഠമുണ്ട്. നമ്മുടെ മുൻപിൽ വരുന്ന ഒരു വ്യക്തിയും ആരും ചെറിയവരല്ല. അവരെല്ലാം നമുക്ക് ജീവിതത്തിൽ ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ച ഒരു വലിയ ജീവിത മാതൃക, ഏത് പ്രയാസത്തിലും കണ്ണീരോട് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വിഫലമായി തീരില്ല. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നില്ല, കാരണം നിങ്ങളുടെ വലിയ ത്യാഗത്തിന് സ്വർഗം നൽകിയ സമ്മാനമാണ് എൻ്റെ ഈ പൗരോഹിത്യം. ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത വലിയ ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങൾ അനുസ്മരിക്കപ്പെടുന്നു. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് മുൻപിൽ ഞാൻ കരങ്ങൾ കൂപ്പുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ അമ്മയെ പോലെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അധ്യാപികയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അമ്മയായി രൂപാന്തരപ്പെടുകയും ചെയ്ത വിദ്യാർത്ഥികളും എൻ്റെ ബാച്ചുകാരും ഒക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ബെക്സി ടീച്ചറാണത്. സ്വന്തം മകനായിട്ടാണ് ആ അമ്മ എന്നും എന്നെ ജീവിതത്തിൽ ചേർത്ത് വെച്ചത്. പ്രാർത്ഥന കൊണ്ടും കണ്ണീര് കൊണ്ടും എൻ്റെ പൗരോഹിത്യ യാത്രയിൽ കൂടെയായിരുന്ന ആ അമ്മയോടുള്ള നന്ദി ഞാൻ പറയുന്നില്ല, മറിച്ച് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഞാൻ തലകുനിക്കുന്നു. ഇനിയും ഞാൻ ഈ നിമിഷം സ്നേഹത്തോടെ ഓർക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെയാണ്. സെമിനാറിൽ അധികം പേർക്കില്ലാത്തൊരു സൗഭാഗ്യമാണ് 2 സഹോദരന്മാരെ ലഭിക്കുക എന്നുള്ളത്. സ്വഭാവം കൊണ്ടും ലുക്ക് കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും ഞങ്ങൾ 3 പേരും 3 ടൈപ്പാണ്, 3 വ്യത്യസ്തരാണ്. എപ്പോഴും പിന്നെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ ചക്കരയും അടയൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ അടിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് സ്നേഹസ്ഥം നീട്ടുന്നതിൽ യാതൊരു വൈമനസ്യവും എൻ്റെ അനിയന്മാർ കാണിച്ചിട്ടില്ല. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫെബിൻ കുഞ്ഞിനെയും എവിക്കുട്ടനെയും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നില്ല, മറിച്ച് എല്ലാ ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു.